നന്ദുവിനെ വേണു ഏൽപ്പിച്ച ഗുണ്ടകളെല്ലാം ചേർന്ന് കെട്ടിയിടാണ്. എന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നീ എന്താടി കരുതിയത് ഞങ്ങളെ 4 പേരെയും തള്ളി വീഴ്ത്തി നിനക്ക് രക്ഷപ്പെടാന്നോ? ഒരു കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. അത് കിട്ടിക്കഴിഞ്ഞാ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നിന്നെ ഞാനേ പരലോകത്തേക്ക് പറഞ്ഞു വിടും എന്ന് ഗുണ്ട പറയുന്നുണ്ട്. ഈ സമയത്തായിട്ട് വേണുവും അനാമികയും രേവതിയൊക്കെ സന്തോഷത്തോടു കൂടി ഇരിക്കുകയായിരിക്കും. നന്ദുവിനെ കെട്ടിയിട്ടിരിക്കുന്ന ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്ത് അതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും ഗുണ്ട വിളിക്കുന്നത്. മോളെ, അവൻ വിളിക്കുന്നുണ്ട്, ഞാനൊന്ന് ഫോൺ എടുക്കട്ടെ. അങ്ങനെ അയാൾ ചോദിക്കുന്നുണ്ട്, ഇനിയിപ്പോ എന്താ ചെയ്യണ്ടേ? അവൾ ഇനി പുറം ലോകം കാണരുത്, കെട്ടി തൂക്കിയേക്ക് എന്ന് വേണു പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി അനാമിക ഇരിക്കുകയാണ്. എന്നാ ആ ഗുണ്ട പറയുന്നുണ്ട്, അങ്ങനെ അവളെ കെട്ടിത്തൂക്കുന്നതിന് മുൻപേ അവളെന്നെ തല്ലിയതല്ലേ, അതിനുള്ളത് കൊടുത്തിട്ടങ്ങ് കെട്ടിത്തൂക്കിയാ മതി. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് ഗുണ്ട അങ്ങ് പോവാണ്. പിന്നീട് കാണിക്കുന്നത് വേണു അനാമികയോട് പറയുന്നുണ്ട്, മോളെ, അവളുടെ കാര്യം പോക്ക. അവളിനി പുറം ലോകം കാണില്ല. അവൾ അങ്ങേ പരലോകത്തേക്ക് പറഞ്ഞു വിടാനാ ഞാൻ പറഞ്ഞിരിക്കുന്നത്. വേണുവേട്ടാ, അപ്പൊ കൊല്ലാനാണോ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആദ്യമായിട്ടാണോ കൊല്ലുന്നത്? ഇതുപോലെ എത്രയെത്ര കൊലപാതകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു 5-6 ചെയ്തിട്ടുണ്ടായിരിക്കും. അതൊന്നും ഇന്നേ വരെ പിടിക്കപ്പെട്ടിട്ടില്ല. പിന്നെയാണോ ഈ പീറ പെണ്ണിനെ കൊന്ന് അത് ഞാൻ പിടിക്കപ്പെടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളെ അത്ര വലിയ തെറ്റാ ചെയ്തത്. എൻ്റെ മോളെ തല്ലിയതിന് അവൾക്ക് കിട്ടേണ്ട ശിക്ഷ ഇത് തന്നെയാ. അച്ഛാ, എന്തായാലും എനിക്കിപ്പോഴൊന്ന് സമാധാനായത്. ഇനി മോളോട് കളിച്ചാലേ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. ഇനിയിപ്പോ ആ നവ്യയും നായനെയൊക്കെ മോളുടെ മെക്കെട്ടേറാൻ വന്നാല് അവർക്കൊക്കെ ഇത് തന്നെയാ അവസ്ഥ. അവശിയായ ചേച്ചിയെ തള്ളിയിട്ടതിന് നന്ദു ദേഷ്യത്തിൽ ചെയ്താണെന്നാ എല്ലാവരും പറയുന്നത്. മൂർത്തി സാറും ആദർശും എല്ലാവരും നമ്മുടെ മോളെയാ കുറ്റപ്പെടുത്തുന്നേ. അതിനു മാത്രം എന്തവശതയാ അവൾക്ക്? അവൾക്ക് എന്താ പ്രശ്നം? വല്യമ്മ ലിവർ തന്ന പെൺകുട്ടിയെ കാണണമെന്നും പറഞ്ഞ് നല്ല രീതിക്കല്ലേ പ്രഷർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇനി ആ ലിവർ തന്ന പെൺകുട്ടി ഇവളാണെന്ന് കാണിക്കാനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നേ. ആ നയനയെ പുണ്യവതിയാക്കാനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയിപ്പോ ലിവർ തന്നത് നയനയാണെന്ന് പറയും എന്ന് അനാമിക പറയുമ്പോ വേണു പറയുന്നുണ്ട്, മോളെ, അതൊന്നും പറ്റില്ല. അങ്ങനെ ഞാനാ തന്നേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ മോളെ. അവരങ്ങനെയൊക്കെ പറയൂ അച്ഛാ. ഇനി മോൾക്കേ നല്ല തല ഉയർത്തിപ്പിടിച്ച് തന്നെ അനന്തപുരിയുടെ പടി കയറാം. മോളെന്തായാലും പോവാൻ ഒരുങ്ങിക്കോ. ഇനിയിപ്പോ അവളുടെ ചേച്ചിമാര് അവരെയും നമുക്ക് ഒതുക്കാം. മോള് പേടിക്കാതിരിക്കുക. ജലജയും അവരുടെ മകനും ആ നവ്യയെ എങ്ങനെയെങ്കിലും പുറത്താക്കണമെന്ന് കരുതിയിട്ടാ നടക്കുന്നത്. അത് ശരിയാ. ആ അഭിയൊന്ന് ചെറുതായി ഇളക്കി വിട്ടാൽ തന്നെ അവൻ തന്നെ ആ നവ്യയെ കൊന്നോളും. നമുക്ക് വേറെ പണിയൊന്നുമില്ല. എന്തായാലും മോള് റെഡിയാവ്, നമുക്കിതൊന്ന് ആഘോഷിക്കാം. കുറച്ചു നേരത്തിനുള്ളിലേ അവളുടെ കഥ കഴിയും എന്ന് വേണു അനാമികയോട് പറയുമ്പോ അനാമിക സന്തോഷത്തോടു കൂടി ഇരിക്കുന്നുണ്ട്. നയന നന്ദുവിനെ കാണാനില്ലാത്ത കാര്യം ആദർശിനെ വിളിച്ച് പറയുന്നുണ്ട്. അനിയാണെങ്കിൽ കവിതയൊക്കെ എഴുതി ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. അങ്ങോട്ടേക്ക് ആദർശ് വന്ന് പറയുന്നു, അനി, നന്ദുവിനെ കാണാനില്ല. നന്ദുവിനെ കാണാനില്ലാന്നോ? അവൾ എങ്ങോട്ടാ പോയത്? ഞാൻ അവളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. നയന എല്ലാവർക്കും വിളിച്ചു നോക്കിയതാ, അവരുടെ കൂടെയൊന്നും പോയിട്ടില്ല. അപ്പൊ പിന്നെ നന്ദു എങ്ങോട്ടാ പോയത്? ഇനി ആ അനാമികയും അവൾ അച്ഛനും ചേർന്ന് എന്തെങ്കിലും ചെയ്തതായിരിക്കോ? അവർക്കാ നന്ദുവിനോട് കൂടുതൽ ദേഷ്യം. നന്ദു അനാമികയെ തല്ലിയതിന് അവളിപ്പോ അവള് വീട്ടിലല്ലേ. അങ്ങനെ വല്ലതും ആയിരിക്കും ഏട്ടാ? അറിയില്ല മോനെ, നീ എന്തായാലും എന്റെ കൂടെ വാ, നമുക്കൊന്ന് അന്വേഷിക്കാം. അതിനുശേഷം പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാം എന്നും പറഞ്ഞ് ആദർശും അഭിയും പോകുന്നുണ്ട്. അങ്ങനെ വഴിയിലെല്ലാം തിരയുന്നുണ്ട്. അപ്പോഴായിരിക്കും നന്ദുവിന്റെ വണ്ടി വഴിയരികിൽ കിടക്കുന്നത് കാണാം. വേഗം തന്നെ ആദർശിനോട് വണ്ടി നിർത്താനായിട്ട് അഭി പറയുന്നുണ്ട്. അനിയാണെങ്കില് നന്ദുവിന്റെ വണ്ടി പോയി നോക്കുന്നുണ്ട്. ഏട്ടാ, ഇതേ നന്ദുവിന്റെ വണ്ടി തന്നെയാ. ഇവിടെ വെച്ചിട്ടാ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുള്ളത്. നിനക്ക് ഉറപ്പാണോ ഇത് നന്ദുവിന്റെ വണ്ടി തന്നെയാണോ? ആ ഏട്ടാ, പലതവണ ഞാൻ നന്ദുവിന്റെ വണ്ടി പോയതല്ലേ, എനിക്കറിയാം ഇത് നന്ദുവിന്റെ വണ്ടി തന്നെയാ. ആദർശ് അങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്, എവിടെയെങ്കിലും CCTV ഉണ്ടോ എന്ന്. അങ്ങനെ തൊട്ടടുത്ത വീട്ടില് CCTV കാണും, അവിടെ പോയി നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞ് ആദർശും അനിയും കൂടെ ആ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അവരുടെ അടുത്ത് കാര്യം പറയുന്നുണ്ട്. ഞാൻ മൂർത്തീസ് ജ്വല്ലറിയുടെ MD ആണ്. ആ സാറിനെ ഞാൻ ജ്വല്ലറിയിൽ കണ്ടിട്ടുണ്ട്. എൻ്റെ ഭാര്യയുടെ അനിയത്തിയെ കാണാനില്ല, ഇവിടെ വെച്ചിട്ടാണ് കാണാതായിരിക്കുന്നത്. അപ്പോൾ CCTV ഒന്ന് പരിശോധിക്കാനാണെന്നും പറഞ്ഞ് ഉള്ളിലോട്ട് വരുന്നുണ്ട്. അതിൽ നോക്കുമ്പോഴായിരിക്കും 2-3-4 പേര് വന്ന് നന്ദുവിനെ തലക്കടിച്ചു കൊണ്ടുപോകുന്നത് കാണുന്നത്. ഇത് കണ്ട് അനിയും ആദർശും ഒന്ന് ഞെട്ടുന്നുണ്ട്. ഇവിടെ ഇങ്ങനൊരു കാര്യം നടന്നിട്ട് ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഉടമസ്ഥൻ പറയുന്നുണ്ട്. എന്തായാലും ഒരുപാട് നന്ദി. അവൾക്ക് എന്താ പറ്റിയെന്ന് കണ്ടല്ലോ, ഇനി ബാക്കി ഞങ്ങൾ അന്വേഷിച്ചോളാം എന്നും പറഞ്ഞ് ആദർശും അനിയും അവിടെ നിന്ന് പോവാണ്. നയനയാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടിയോ അറിയാനായിട്ട് ആദർശിനെ വിളിച്ചോണ്ടേ ഇരിക്കുകയായിരിക്കും. ആദർശിനോട് അനി പറയുന്നുണ്ട്, ഏട്ടാ, ഏട്ടത്തിയുടെ ഫോൺ എടുക്കണ്ട, എന്തെങ്കിലും വിവരം കിട്ടിയതിന് ശേഷം എടുത്തു പറയാം. ഇപ്പൊ പറഞ്ഞാ ഏട്ടത്തിക്ക് വല്ലാതെ സങ്കടാവും എന്ന് പറഞ്ഞ് എടുക്കാതിരിക്കുകയാണ്.
എന്നാൽ ഗോവിന്ദൻ പറയുന്നുണ്ട്, മോളെ നമുക്ക് എപ്പോഴും ഓരോരോ പ്രശ്നങ്ങളാണല്ലോ. അത് മോളെ, മലയ്ക്ക് പോയി തിരികെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ നടക്കുന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ കഷ്ടകാലങ്ങൾ മാത്രല്ലേ ഉള്ളൂ. ഇതിന് പിന്നില് അനാമികയും അവളുടെ വീട്ടുകാരും ആണെങ്കിൽ അവരെ വെറുതെ വിടരുത്. ഇല്ലമ്മേ, അങ്ങനെയാണെന്നറിഞ്ഞാ ആദർശേട്ടൻ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അന്ന് ഞാൻ നവ്യേച്ചിക്ക് കാച്ചിവെച്ച പാല് നല്ല പാലായിരുന്നു. എന്നാ അതിൽ വിഷം കലർത്തിയത് അനാമിക തന്നെയാ, എനിക്ക് ഉറപ്പാ. ആ സമയത്ത് നവ്യേച്ചിയോട് അനാമികയ്ക്കും അവരുടെ വീട്ടുകാർക്കും വല്ലാത്ത ദേഷ്യമായിരുന്നു. ചേച്ചിയെ ഇല്ലാതാക്കാനായിട്ടാ അവർ ഈ കാര്യം ചെയ്തത്. എന്നാ അതെടുത്ത് കുടിച്ചത് അമ്മയായി പോയി. മോളെ, ഇങ്ങനെ കൊല്ലാനും മടിക്കാത്തവരെ കൂടെ എങ്ങനെയാ ജീവിക്കുക? അച്ഛാ, അനിയുടെ കാര്യത്തില് എല്ലാവർക്കും സങ്കടാ. അതുകൊണ്ട് തന്നെയാ അനാമികയുടെ കുറ്റങ്ങളൊന്നും അവളുടെ മുൻപിൽ എടുത്ത് പറയാത്തത്. മോളെ, ആദർശം എടുക്കുന്നില്ലല്ലോ, നമുക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്താലോ? വേണ്ട അച്ഛാ, അതിനി ആദർശമായിട്ട് തന്നെ നോക്കിക്കോളും എന്നും പറഞ്ഞ് സമാധാനത്തിലിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അനിയും ആദർശും കൂടെ എല്ലായിടത്തും പോയി ഫോട്ടോ കാണിച്ച് അന്വേഷിക്കുന്നുണ്ട്. ആർക്കും അറിയില്ല എന്ന് തന്നെയായിരിക്കും പറയുന്നുണ്ടായിരിക്കാം. ഏട്ടാ, ഏട്ടത്തി വിളിച്ചോണ്ടേ ഇരിക്കുക. ഇനി എന്താ മറുപടി കൊടുക്കുക? ഒരു വിവരം കിട്ടിയില്ലല്ലോ. നമുക്കെന്തായാലും ഒന്നും കൂടെ അന്വേഷിക്കാം. ഇവിടെ അടുത്തുള്ള CCTV ഒക്കെ ഒന്ന് പരിശോധിക്കാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. നന്ദു ഇല്ലാതായതിന്റെ സന്തോഷം ആഘോഷിക്കാനായിട്ട് വേണുവും രേവതിയും അനാമികയും കൂടെ പുറത്തോട്ടിറങ്ങുകയാണ്. ഈ സമയത്ത് വേണു പറയുന്നുണ്ട്, മോളെ എന്തായാലും അവളുടെ ശല്യം ഇനി ഉണ്ടാവില്ല. മോളൊരു കാര്യം മനസ്സിലാക്കിക്കോ, മോളെ ആരെങ്കിലും ഇനി ഇതുപോലെ ചെയ്യാൻ നിന്നാ എല്ലാവരുടെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. അവിടെ ഇപ്പൊ കരച്ചിലും ബഹളവും ആയിരിക്കും. നമുക്കിതൊന്ന് ആഘോഷിക്കാം മോളെ. അച്ഛാ, നമുക്കിത് ആഘോഷിക്കണം. കല്യാണം കഴിഞ്ഞ ഒരു ആണിനെ വീണ്ടും സ്നേഹിച്ച് വശത്താക്കാൻ നോക്കി അവളെ അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ? അതെനിക്ക് സഹിക്കാനും പറ്റാത്ത കാര്യ. ഇനി എനിക്ക് തല ഉയർത്തിപ്പിടിച്ച് അനന്തപുരിയുടെ പടി കയറണം എന്നും പറഞ്ഞ് അനാമികയെ രേവതിയും വേണുവും ഒക്കെ സന്തോഷത്തിൽ നിൽക്കാണ്. അങ്ങനെ വേണുവും എല്ലാവരും ചേർന്ന് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട്. ഗുണ്ടയാണെങ്കില് കുളിച്ചൊരുങ്ങി നന്ദുവിന്റെ അടുത്തോട്ട് വരുന്നുണ്ട്. ചേട്ടന്റെ കുളിയൊക്കെ കഴിഞ്ഞാ വരുന്നേന്നും പറഞ്ഞ് നന്ദുവിന്റെ അടുത്തോട്ട് ഇങ്ങനെ വരുവാണ്. ആ സമയത്ത് തന്നെ ആദർശ് ഒരൊറ്റ ചവിട്ടായിരിക്കും. അങ്ങനെ തള്ളി വീഴ്ത്തുന്നുണ്ട് എല്ലാവരെയും. നന്ദുവിന്റെ കെട്ടൊക്കെ അഴിച്ചു കൊടുത്ത് നന്ദുവിനെ രക്ഷിക്കുന്നത് അനിയായിരിക്കും. പെട്ടെന്നൊരു ഗുണ്ട വന്ന് ഒറ്റ ചവിട്ടില് നന്ദു അനിയും കൂടെ നിലത്തോട്ട് വീഴുന്നുണ്ട്. നന്ദുവിന്റെ മേലോട്ടായിരിക്കും അനി വീഴുന്നത്. ആ സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അവരെയൊക്കെ തല്ലി ഒതുക്കി നന്ദുവിനെ രക്ഷിക്കുകയാണ്. നന്ദു പറയുന്നുണ്ട്, എനിക്ക് നല്ല സംശയമുണ്ട്, അനാമികയും അവൾ അച്ഛനും ചേർന്ന ഇത് ചെയ്തേന്ന്. ഒരു തെളിവുമില്ലല്ലോ, അതുകൊണ്ട് നമുക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല. വാ, നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോവാം. വീട്ടിലെല്ലാവരും അന്വേഷിക്കാം, വേഗം തന്നെ പോവാ എന്നും പറഞ്ഞ് ആദർശും അനിയും നന്ദുവിനെ കൊണ്ട് പുറത്തോട്ട് പോവാണ്. അങ്ങനെ ഒരു റെസ്റ്റോറന്റിൽ ഇരിക്കുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അനിയും നന്ദുവും മാത്രമേ കാണൂ. അങ്ങനെ അനി പറയുന്നുണ്ട്, ഏട്ടനൊരു മീറ്റിങ്ങിനിടയിലാ ഇതിനൊക്കെ വന്നത്, അതുകൊണ്ട് അതൊന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് പോയതാ. ഇപ്പൊ തന്നെ ഏട്ടൻ വരും. അതിനുശേഷം ഇവിടുന്ന് ഒരുമിച്ച് വീട്ടിലോട്ട് പോവായെന്നാ ഏട്ടൻ പറഞ്ഞത്. നിനക്ക് നല്ല വിശപ്പുണ്ടല്ലേ? വിശപ്പൊക്കെ ഉണ്ട്. ആ സമയത്ത് അവരെനിക്ക് ഭക്ഷണമൊക്കെ തന്നു. എങ്ങനെയാ കഴിക്കുക? അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിച്ചില്ല. എന്റെ സംശയം അനാമികയുടെ അച്ഛനാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെന്നാ. അതാണെങ്കിൽ ഒരിക്കലും അവരെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. ഞാനോ തന്നെയാ പറയുന്നത്, അവരെ വെറുതെ വിടരുത്. പെട്ടെന്ന് കേട്ടപ്പോ എല്ലാവരും പേടിച്ചു പോയി. തക്ക സമയത്ത് ഞങ്ങൾ വന്ന കാരണം നീ രക്ഷപ്പെട്ടു. അല്ലെങ്കിലേ അവര് നിന്നെ കൊന്നേനെ. ഇറച്ചിക്കോയ്ക്ക് തീറ്റ കൊടുക്കുന്ന പോലെ ഭക്ഷണം കൊടുത്ത് കൊല്ലാനായിരുന്നു അവരുടെ പരിപാടി എന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കൊണ്ട് വരുന്നുണ്ട്. അനിയും നന്ദുവും കൂടെ ഭക്ഷണം എടുത്ത് കഴിക്കാണ്. പിന്നീടായിട്ട് വേണുവിനെ ഗുണ്ടകൾ വിളിക്കുന്നുണ്ട്. മോളെ വിളിക്കുന്നുണ്ട്, എടുക്കട്ടെ എന്നും പറഞ്ഞ് വേണു ഫോൺ എടുക്കുകയാണ്. സാറേ, എല്ലാം ഓക്കെയാ, അവളെ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. ഇനി ബാക്കി പൈസ അയച്ചു തന്നാ വലിയ ഉപകാരമായിരുന്നു. അല്ല, നീ എന്തൊക്കെ എതയ്ക്കുന്നേ? അത് ചെറിയൊരു അടിപിടിയൊക്കെ ഉണ്ടായി. സാറെന്തായാലും വേഗം പൈസ അയക്ക്. അതൊക്കെ ഞാൻ അയക്കാം. കാര്യമൊക്കെ ഓക്കെ അല്ലേ? എല്ലാം ഓക്കെയാണ് മോളെ, എല്ലാം ഓക്കെയാണ്. ഇനി ആ പൈസ കൂടെ അങ്ങ് അയച്ചു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ബാക്കിയുള്ള പൈസ കൂടെ വേണു അയച്ചു കൊടുക്കാണ്. മോളെ, ഇപ്പൊ വിവരം അറിഞ്ഞ് അവിടെ എല്ലാവരും കരച്ചിൽ തുടങ്ങി കാണും. ഇത് നമുക്കൊന്ന് ആഘോഷിക്കാം മോളെ, അതിനല്ലേ നമ്മൾ പുറത്തോട്ട് വന്നേ എന്നൊക്കെ പറഞ്ഞ് അവര് വല്ലാണ്ട് അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. അനാമികയ്ക്ക് സന്തോഷം അടക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല. അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ നിൽക്കുമായിരിക്കും. അതേ റെസ്റ്റോറൻറ്റിലായിരിക്കും നമ്മുടെ നന്ദുവും അനിയും കൂടെ ഭക്ഷണം കഴിക്കുന്നത്. പുറത്ത് ഗ്ലാസ്സിലൂടെ നമ്മുടെ വേണു ഇത് കാണുന്നുണ്ട്. മോളെ, അത് അനിയല്ലേ? കൂടെ നന്ദു അല്ലേ ഇരിക്കുന്നേ എന്ന് കാണിച്ചു കൊടുക്കാണ്. അനാമിക ഒന്ന് ഞെട്ടുന്നുണ്ട്. അച്ഛ, അത് അനിയാ, കൂടെ നന്ദു തന്നെയാ. ഇത് കാണിക്കാനാണോ അച്ഛൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? അവളെയല്ലേ കെട്ടിത്തൂക്കിയെന്ന് പറഞ്ഞേ? അപ്പോ അവന്മാരെന്നെ ചതിച്ചതാണോ? ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് വിളിക്കാൻ നേരത്ത് ഫോൺ കിട്ടുന്നുണ്ടായിരിക്കില്ല. അവരെ എനിക്ക് കിട്ടില്ല. എന്തായാലും പൈസ കൊടുത്ത് ഈ കാഴ്ച കാണാനാണല്ലോ അച്ഛൻ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അങ്ങനെ എന്താ നടന്നേന്ന് അറിയാതെ ആകെക്കൂടെ ഒരു ദേഷ്യത്തിലായിരിക്കും അനാമികയും വേണുവും രേവതിയും ഒക്കെ നിൽക്കുന്നേ. സന്തോഷിക്കാനായിട്ട് പുറത്തിറങ്ങി ഈ കാഴ്ച കണ്ട് അവരുടെ സന്തോഷമൊക്കെ പോവാണ്.